RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് RR ടോക്സ് ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. ആരുടെയും ഹൃദയവികാരം ചോദ്യം ചെയ്യപ്പെടാനോ വ്രണപ്പെടാനോ പാടില്ല. ശ്രീ സുരേഷ് ഗോപി 6-7 വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂരിലെ അഹിന്ദുക്കളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമുക്ക് ആരുടെയും ഹൃദയവികാരം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, വ്രണപ്പെടുത്താനും പാടില്ല. അപ്പോൾ അത് സാമൂതിരി രാജാവും തന്ത്രിയും പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും സർക്കാർ അത് വളരെ കാര്യമായി പരിഗണിക്കണം എന്നാണ്. എത്രയോ കാലമായിട്ട് ഗുരുവായൂരപ്പനെ ഒരുപക്ഷെ സംഗീതത്തിലൂടെ ഉണർത്തുന്ന ഗാനഗന്ധർവൻ അടക്കം ശ്രീ യേശുദാസ് അടക്കമുള്ള എത്രയോ പേർ ജനുവരി 17, 2024 ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാൽ അന്ന് ക്ഷേത്രത്തിൽ നിശ്ചയിച്ചിരുന്ന 39ഓളം വിവാഹങ്ങൾ രാവിലെ 5-നും 6-നും ഇടയ്ക്ക് നടത്തണമെന്നാണ് ക്ഷേത്രാധികാരികളുടെ നിർദ്ദേശം. തീർച്ചയായിട്ടും അത് സുരക്ഷാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. ആ സമയത്ത് നിശ്ചയിച്ചിരുന്ന മറ്റു വിവാഹങ്ങളടക്കം ഏകദേശം 48ഓളം വിവാഹങ്ങൾ 5-നും 6-നും ഇടയ്ക്ക് നടക്കുന്നു. അതായത് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അമ്പലത്തിലെത്തുന്ന സമയത്ത് മറ്റു വിവാഹങ്ങളൊന്നും നടക്കരുത് എന്നാണ് അതിൻ്റെ കാര്യം. ഇവിടെ പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം, ശ്രീ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് റിസപ്ഷൻ പോലെയുള്ള ഒരു സ്വകാര്യ ചടങ്ങിലേക്കായിരുന്നെങ്കിൽ ഇത്രയും വിവാഹങ്ങൾ സമയം മാറ്റിവെച്ച് മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കണം എന്ന് അദ്ദേഹം വാശിപ്പിടിച്ചു? സുരക്ഷാ കാരണങ്ങളാണോ വ്യക്തി താല്പര്യങ്ങളാണോ എന്ന് RR ടോക്സിന് അറിയില്ല. വീണ്ടും ആവർത്തിക്കുന്നു, പ്രധാനമന്ത്രിയുടെ സന്ദർശനം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് റിസപ്ഷനിലായിരുന്നെങ്കിൽ ഇത്രയും കുടുംബങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഈ വിവാഹങ്ങളൊക്കെ മറ്റുള്ളവരുടെ സമയക്രമത്തിനനുസരിച്ച് മാറ്റേണ്ടി വരില്ലായിരുന്നു. അതുമല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം രാവിലെ 5-നും 5:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലേക്ക് മാറ്റിക്കൊണ്ട് മറ്റുള്ള വിവാഹങ്ങൾ യഥാസമയം നടത്തിയിരുന്നെങ്കിൽ എത്ര മനോഹരമായേനെ. ആരുടെയും വികാരങ്ങളെയും വിചാരങ്ങളെയും വേദനകളെയും വ്രണപ്പെടുത്താതെ വളരെ മനോഹരമായ ഒരു മംഗളകർമ്മം നടത്താൻ സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇതുപോലെയൊരു നിയന്ത്രണം നമ്മുടെ നാട്ടിലെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മക്കൾക്ക് വേണ്ടി ആയിരുന്നു നടത്തിയിരുന്നതെങ്കിൽ ഹിന്ദുക്കളുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോർവിളികളും സമരമുറകളും ഒക്കെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തുകൊണ്ടോ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളൊന്നും ഇതൊരു വലിയ വാർത്തയാക്കുന്നില്ല എന്നതാണ് സത്യം. ഇവിടെ നമ്മുടെ നാട്ടിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു മംഗളകർമ്മമായാലും ഒരു ദുരന്തഭൂമിയായാലും ഒരു VVIP സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അവിടെ കഷ്ടപ്പെടുന്നതും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതും സാധാരണക്കാരൻ്റെ അവകാശങ്ങളാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. ഓരോ വ്യക്തിക്കും തങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ വിവാഹം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ മുമ്പ് ജ്യോത്സ്യനെ കണ്ട് വിശ്വാസപ്രകാരം കുറിച്ച് നൽകിയ തീയതിയിലും സമയത്തിലുമാണ് ഈ വിവാഹം നടക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ സന്ദർശനമോ മറ്റു കാര്യങ്ങളോ കൊണ്ട് ആരെങ്കിലും തീരുമാനിച്ച ഒരു മുഹൂർത്തത്തിൽ നടത്തേണ്ട ഒന്നല്ല വിവാഹം. സുരേഷ് ഗോപി തൻ്റെ മകളുടെ വിവാഹം മംഗളമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വിശ്വാസങ്ങൾക്കനുസൃതമായി മംഗളമായി തൻ്റെ മകൻ്റെയോ മകളുടെയോ വിവാഹം നടത്തണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ ഏതൊരു പൗരനുമുണ്ട് എന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത്തരത്തിലൊരു നടപടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ് സംഭവിച്ചത് എന്നതുകൊണ്ടാണ് ഇതിന് വാർത്താ പ്രാധാന്യവും വിഷമവും ഉളവാക്കുന്നത്. ഇവിടെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും യാതൊരു വിലയും ലഭിക്കാത്ത ഒരുപറ്റം മാതാപിതാക്കളോടും വധൂവരന്മാരോടുമൊപ്പമാണ് RR ടോക്സ്. നന്മയ്ക്കും നേരിനും വേണ്ടി പോരാടുന്ന ഭരത്ചന്ദ്രൻ IPSനെ അല്ല ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സഹജീവികളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നന്മ നിറഞ്ഞ മനസ്സുള്ള ശ്രീ സുരേഷ് ഗോപിയാണ് ഇവിടുത്തെ നാട്ടുകാർ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. നന്ദി, നമസ്കാരം.